ഇത് നമ്മൾ കാസർഗോഡ് കവുങ്ങുംതൈയാണ്. ഇതൊക്കെ വലിയ തൈകളാണ്. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ? 60 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. കൃഷിമംഗൾ 28 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് നമുക്ക് 400 രൂപയ്ക്ക് കൊടുക്കാം. ഇത് മല്ലിക മാവാണ്. നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല മാവ് ചെറുതുണ്ട് കേട്ടോ, ചെറിയ തൈകളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരോടും ഇത് കൊണ്ടുപോകാനൊന്നും പറയില്ല. നമ്മൾ സെറ്റ് ചെയ്ത് കായായത് 2000 രൂപയ്ക്ക് കൊടുക്കും. ലോകന്റെ തൈകളാണ്. നമുക്ക് 800 രൂപ മുതലുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിലാണ് കേട്ടോ. നമ്മുടെ ബഷീർ ഖാന്റെ ഫാമിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരു അടിപൊളി അപ്ഡേഷനുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. ഒരുപാട് വലിയ പ്ലാന്റുകൾ ഏതാണ്ട് 800 രൂപ മുതൽ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ബഷീർ, മുണ്ടേങ്ങര കാർഷിക നഴ്സറി, മലപ്പുറം ജില്ല, എടവണ്ണ. ഗംഗാബോണ്ടം തെങ്ങുതൈയാണ്. ഇത് നമ്മൾ 200 രൂപയ്ക്ക് ഓഫറായിട്ട് കൊടുക്കണതാണ്. ഗംഗാബോണ്ടം ഒറിജിനൽ ഗംഗാബോണ്ടാണ് കേട്ടോ. മറ്റേ മലേഷ്യൻ കുള്ളൻ വേറെ ഉണ്ട്, 170 രൂപ. ഇതിപ്പോ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല റിസൾട്ട് ഇവിടെ കൊടുത്തന്നെ കാഴ്ചയുണ്ട്. 2.5 വർഷം കൊണ്ട് കാഴ്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതൊക്കെ അതിന്റെ തൈകൾ തന്നെയല്ലേ? നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോയതിന്റെ ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ അതിന്റെ തൈകൾ കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി റേറ്റ് ഡിഫറൻറ്റ് വരില്ല? അത് കൊടുക്കും. ഹോൾസെയിൽ ആകുമ്പോൾ ഒന്നുകൂടി കുറച്ച് കൊടുക്കും. ഇത് കാസർഗോഡ് കവുങ്ങുംതൈയാണ്. നമ്മൾ ചില്ലറ അവിടെ 25-നാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മാതിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഇത് മോഹിത് നഗറാണ്. ഇപ്പോൾ അവിടെ കഴിഞ്ഞതാണ് തൈകളൊക്കെ. ഇത് ഇന്റർസിമംഗളൊക്കെ എങ്ങനെ വരുന്നത്? ഇന്റർസിമംഗൾ 28 രൂപയ്ക്ക് കൊടുക്കുന്നത്. സ്ട്രോബെറി പേര് യെല്ലോ ആണ്. നല്ല ടേസ്റ്റിലാണ്. 6 മാസത്തിന്റെ ഉള്ളിൽ കായാവും. 6 മാസം കൊണ്ട് റിസൾട്ട് കിട്ടും. ഇവിടെ കാഴ്ച തന്നെ. അത് നമുക്ക് ഡ്രമ്മിൽ വെച്ചാലും മണ്ണിൽ വെച്ചാലും സെയിം കിട്ടും. ചട്ടിയിൽ വെച്ചാലും മതി. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? 300 രൂപ കൊടുക്കണേ. ഈ ഒരു വലിയ പ്ലാന്റ് ഒക്കെ അല്ലേ? പ്ലാന്റുകളാട്ടോ, അടുത്ത് കാണിച്ചു തരാം. നല്ല തൈകളാണ്. 300 രൂപയ്ക്ക് കൊടുക്കല്ലേ? ഇത് ഹോം ഗ്രൗണ്ട് ഇതാണ്. ഡെങ്സൂര്യ പറഞ്ഞ പ്ലാവാണ്. ചോന്ത ചോള. അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവരെ തൈയാകുമ്പോൾ അത്യാവശ്യം റേറ്റുകൾ വരും. നല്ല മാർജിൻ ഇടിച്ചിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലേ? കഴിയൂല. അപ്പോൾ അത്യാവശ്യമൊക്കെ റേറ്റ് ഉണ്ട്. നല്ല തൈകളാണ്. എല്ലാം ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്. ഹോം ഗ്രൗണ്ട് ഒരുവിധം പ്ലാവും തൈകളൊക്കെ നമ്മളെ കളക്ഷനിലുണ്ടല്ലോ. പ്ലാവ്, റംബുട്ടാൻ എല്ലാ ഐറ്റം ഉണ്ടാവില്ലേ? കാലാപ്പാടി മാവ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോ നമ്മളെ മാവിന്റെ കളക്ഷൻസ് ഒരുപാട് വലിയ തൈകൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. വലിയ വലിയ തൈകളുണ്ട്. അതൊക്കെ എങ്ങനെ റേറ്റ്? ബനാന വലിയ തൈകളാട്ടോ. ഇതൊക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുക? നമുക്ക് 900 രൂപയ്ക്ക് കൊടുക്കാം. ഇത്ര ആയിട്ടുള്ള? അത്ര ആയിട്ടില്ല. നല്ല കട ബെഡാട്ടോ. ഇതല്ല, അപ്രോച്ച് അല്ല. ബെഡ് തൈകളാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ മറ്റു വെറൈറ്റീസ് ഒക്കെ നിൽക്കുന്നത്. ഇതില് റെഡ് ഐവറി ഉണ്ട്, 4kg ഉണ്ട്, ആർട്ടീറ്റും ഉണ്ട്, ബാരി 11 ഉണ്ട്, ബ്രൂണോ കിങ് ഉണ്ട്. ഇതൊക്കെ ഇതൊന്ന് നോക്കിക്കോളി. തൈകൾ ഇതാ വലിയ വലിയ തൈകളാണ്. അല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. എല്ലാ ഐറ്റം 1000 രൂപക്ക് കൊടുക്കാം. ഈ ഒരു ഐറ്റിൽ വരുന്ന എല്ലാം കൊടുക്കാം. അവിടെ അറ്റത്തൊരു ഡ്രമ്മിൽ ഒരു അടിപൊളി പ്ലാന്റ് ഇരിക്കുന്നുണ്ടല്ലോ, അതേതാ? അത് ഹിമാപസന്താണ്. അതെങ്ങനെ റേറ്റ്? ഇട്ടതാണ്. അതല്ല, അതെങ്ങനെ ഇപ്പൊ റേറ്റ് വരുന്നത്? ഇതിന് 3000 രൂപ വരും. ഈ ഒരു ഡ്രമ്മോട് കൂടെ കാഴ്ചതാട്ടോ. കാഴ്ചതാണല്ലേ? അതൊക്കെ പൂവിട്ട് നിൽക്കുന്നല്ലേ? മഴ ആയതുകൊണ്ട് പൂവൊക്കെ പോയതാണ്. ഇത് ഹിമാപസം തന്നെയാണത്? അല്ല, അത് അൽഫോൺസ് അല്ലേ? അത്യാവശ്യം കടവണ്ണ. ഭയങ്കര കടവണ്ണ. ട്രോപ്പിക്കൽ ബട്ടർ. അതായത് നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ബട്ടർ കായ്ക്കും. ഇപ്പൊ ഈ തൈകളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് റിസൾട്ട് കിട്ടും? 2 വർഷം തന്നെ. 3 വർഷം വേണ്ട. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? പൂട്ടുണ്ടായിന്. ഇത് നമുക്ക് 250 രൂപ കൊടുക്കും. ഇത് ബഡാണ് ഇപ്പൊ വരുന്നത്? ബഡല്ലേ? വി ഗ്രാഫ്റ്റ് ആണല്ലോ പിന്നെ. ഇത് സീസണില് 2 പ്രാവശ്യം കായ്ക്കും. 750 ഗ്രാമൊക്കെ കായുണ്ടാവും. 2 തവണ നമുക്ക് കിട്ടും. ഓക്കെ. അത്യാവശ്യം നല്ല വലിയ തൈകളാണ് കേട്ടോ. നല്ല തൈകളാണ്. ഇവിടെ നമ്മളെ കാലാപ്പാടിന്റെ ഹോം ഗ്രൗണ്ട് തൈകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നേ? അത് 300 രൂപ. ഇത് നമ്മളെ കാസർഗോഡ് കവുങ്ങുംതൈയാണ്. ഇതൊക്കെ വലിയ തൈകളാണ്. ഇതിന്റെ കടവണ്ണം കണ്ടില്ലേ? 60 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത്രയും വലിയ തൈകളല്ലേ? അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. നല്ല തൈകളാണ്. 60 രൂപ അല്ലേ? ഇതിപ്പോ നമുക്ക് അത്യാവശ്യം ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് ഒന്നുകൂടി റേറ്റ് കുറച്ച് കൊടുത്തൂടെ?
മട്ടം പോലെയൊക്കെ നമുക്ക് കൊടുക്കാം. ചെറുമട്ടം പോലെ കൊടുക്കാം. നമുക്ക് തോട്ടം സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ? നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടല്ലോ. സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം തന്നെ മമ്പാടി നമ്മൾ പോയി സെറ്റ് ചെയ്തിക്കണ്. സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരാഴ്ച ആയിട്ടില്ല, പിന്നെ അത് കഴിഞ്ഞു. ബഷീർക്ക, ഈ ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ സപ്പോർട്ട വെറൈറ്റീസ്, ഇത് സപ്പോർട്ട് നമുക്ക് തായ് ജംബോ സപ്പോർട്ട് എന്നാ പറയാം. ഓ, കായോട് കൂടെ 600 ഗ്രാം കായ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ കൊടുക്കുക? ഇത് നമുക്ക് 400 രൂപക്ക് കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് ഫ്രൂട്ട് കാണാൻ കേട്ടോ. എല്ലാത്തിനും കായ അതിങ്ങനെ ആളുകൾ കൊണ്ടുപോയിട്ടേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എത്ര ലാസ്റ്റ് കൊടുക്കാൻ പറ്റുക? 400 രൂപ തായ് ജംബോ സപ്പോർട്ട്. ഒരു 500-600 ഗ്രാം വരെ കായ ഉണ്ടാവും. ഓക്കെ. അബിയു ഇവിടെ ഇരിക്കുന്നുണ്ട്. അബിയുണ്ട്. അബിയു ഏതാ വെറൈറ്റി? അപ്പൊ ഇത് ഹോം ഗ്രൗണ്ട് വെറൈറ്റിയാ. ഹോം ഗ്രൗണ്ട് ആണ് വരുന്നല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമ്മള് 350 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്. ഈ ഹോം ഗ്രൗണ്ട് റേറ്റ് പറയുമ്പോ എല്ലാരും കേൾക്കുമ്പോ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം അത് ആ റേറ്റ് നമുക്ക് ഇടിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മളെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മഞ്ഞില ടെന്നീസ് വാൾച്ചെറിയാണ്. ചെറിയ വെറൈറ്റീസിൽ വരുന്നതാണല്ലേ? അത് ഇഷ്ടംമാതിരി കായ ഉണ്ടായി. നമ്മൾ വലുതൊക്കെ പറിച്ചതാണ്, കഴിച്ചതാണ്. ഇഷ്ടംമാതിരി ഇപ്പോഴും കായ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. കായകളുണ്ടല്ലോ, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു ബുഷ് ആയിട്ടുള്ള ഇത്രയും കായുള്ള ഈ ഒരു തൈ നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ചെറിയൊരു മോഹവലയായിട്ട് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ ഓവറൊന്നും കൊടുക്കൂല. മിതമായ റേറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. കാരണം എല്ലാ ഭാഗത്തും ഇത് ഫ്രൂട്ട് ഉണ്ട് ഉണ്ടോ. ഈ ഒരു ഭാഗത്തുണ്ട്. അടിപൊളി ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് മാവിന്റെ നല്ലൊരു കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മള് കാട്ടിമൂണ് പറഞ്ഞ മാവാണ്. ഇവിടെ മുതൽ അത് വരെ അതാണോ? ഫുള്ള് കാട്ടിമൂണാണ്. ഇത്ര ഡിമാൻഡാണോ ഇതിന്? ഇത് നല്ല ഡിമാൻഡാണ്. ഒരു വർഷം രണ്ട് പ്രാവശ്യം ഏതായാലും കായ്ക്കും. 3 പ്രാവശ്യമൊക്കെയാണ് പറയുന്നത്. നല്ല മാവാണ്, നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു മാവിനാണ്. ഇത് ഹോം ഗ്രൗണ്ട് മഞ്ഞ റംബുട്ടാനാണ്. ഈ 35 ഒക്കെ നല്ല മൂപ്പായതാണ്. അടുത്ത വർഷം കായ്ക്കും. അടിപൊളി പ്ലാന്റ് കേട്ടോ. അടിപൊളി ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ അങ്ങനെ പുറത്തൊക്കെ ഉണ്ട്, ഇഷ്ടമായ സാധനം ഉണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. ഇത്ര ആയിട്ടുള്ള തൈകളല്ല? ഐറ്റിലാണ്, നല്ല മൂപ്പായതാണ്. നല്ല വെറൈറ്റി തൈകളാണ്. ഇത് വൈറ്റ് ലോഗനാണ്. ഇതെല്ലാം ഇപ്പോൾ പൂവിട്ട് നമ്മൾ കട്ട് ചെയ്താണ്. ഈ കഷ്ണം കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ കണ്ടോ പൂവിട്ടിരിക്കണത്. ഈ വർഷം തന്നെ കായായി. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടല്ലേ? അതിലെല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ, ചെറുത് മുതൽ അങ്ങനെ പോകുന്നുണ്ട്. ഇത് ലോഗന് 4 സീസണാണ്. ഒക്കെ പൂവിട്ടതാണ്. ഇവരൊക്കെ പൂവുണ്ട് കേട്ടോ, കായ് ഇതായതാണ്. പിന്നെ വൈറ്റ് ലോഗന്, റൂബി ലോഗൻ, ഇത് ഫിംഫോങ് ആണ്. ഇത് വലിയ തൈ കേട്ടോ. നമ്മളിപ്പോൾ തലയൊക്കെ കട്ട് ചെയ്തതാണ്. വലിയ തൈയേന് അതാണ്. ഇത് വൈറ്റ് തന്നെയാണ്. 4 സീസണാണ്. ഡബിൾ ലോഗൻ, ലോഗന്റെ ഒരുവിധം എല്ലാ തരം വെറൈറ്റീസും നമ്മളിവിടെ ഉണ്ട്. ഇത് 2 സോഗനാണ്. അതും വലിയ പ്ലാന്റുകൾ തന്നെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ലോഗനൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെ വൈറ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 800 രൂപ മുതൽ കൊടുക്കാം. ചെറുതൈകള് 800 രൂപ മുതൽ. അത്യാവശ്യം നല്ല തൈ കേട്ടോ. ഇത് ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഇഷ്ടംമാതിരി നല്ല തൈകളാണ്. അടുത്ത വർഷം കായ്ക്കും. നമുക്ക് 800 രൂപക്ക് കൊടുക്കാം. ഇത്ര ആയിട്ടുള്ളൂ? അത്ര ആയിട്ടില്ല, നല്ല തൈകളാ. ഇത് NIT അല്ല, ഇത് റോങ്ഗ്രിയാൻ. ഓക്കെ, നല്ല തൈകളാ, നല്ല സൂപ്പർ തൈകളാ. അപ്പം NIT-ൻ്റെയൊക്കെ മുകളിലാണിത് റോങ്ഗ്രിയാൻ വരുന്നല്ലേ? റോങ്ഗ്രിയാനൊക്കെ. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. നിറച്ച് പൂവിട്ട് നിൽക്കുക കേട്ടോ. നല്ല പൂവിട്ട് ഫുള്ള് പൂക്കളാണ്. പൂക്കളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളി ഒരു തൈയാണ്. അപ്പം ഈ തൈകളൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണോ? അത് കൊടുക്കും. നമ്മളൊരു മോഹവലിയൊക്കെ കൊടുക്കുകയുള്ളൂ. ചട്ടിയിൽ വെച്ചിട്ട് സെറ്റ് ആക്കി വെച്ചാണല്ലേ? 24 ഇഞ്ച് ചട്ടിയിലാണുള്ളത്. ഇത് J33 തൈകളാട്ടോ. ഒരു 1.5-2 വർഷമായ തൈകളാണ്. നല്ല തൈകളാണ്, അടിപൊളി തൈകളാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വിയറ്റ്നാമാണ്. വിയറ്റ്നാം സൂപ്പർ എയർലി. പിന്നെ ഇവിടെ ഡങ്സൂര്യ ഉണ്ട്, വലിയ തൈകൾ. വേഗത്തൊക്കെ ഡങ്സൂര്യാണ്. അപ്രോക്സിമേറ്റ് നമ്മൾ എത്ര റേറ്റ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ഈ വലിയ തൈകളൊക്കെ? വലിയ തൈകൾ 800 രൂപ. 800 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 800 രൂപയ്ക്ക് കൊടുക്കും നമ്മൾ ഈ തൈയൊക്കെ. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണോ ഇവിടെ?
ഹോം ഡെലിവറി നമുക്ക് അടുത്തേക്കൊക്കെ കഴിയുള്ളൂ. അടുത്തേക്ക് വലിയ ലോങ്ങിലേക്ക് നമുക്ക് കഴിയല്ലേ? ഹൈവേ ഡെലിവറി ഇവിടെ വരുന്നില്ല, ഒരു കോട്ടക്കലേ വരുന്നുള്ളൂ. ഹൈവേക്ക് എത്തുമ്പോൾ 45 കിലോമീറ്റർ പോണം കേട്ടോ. അപ്പൊ മാക്സിമം ഇവിടെ വന്നിട്ട് എടുക്കാൻ തന്നെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്ലാൻ വണ്ടിക്കൂലിയൊക്കെ തരാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കല്ലേ? അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എത്തിച്ചേരാന്നാണ് ബഷീർക്ക് പറയുന്നത്. ഇതിവിടെ റംബൂട്ടാന്റെ ഇതൊക്കെ റംബൂട്ടാൻ കുറച്ച് തൊട്ട് താഴെയുള്ള റോങ്ക്രിയാന്റെ തൈകളല്ലേ? ഇതൊക്കെ എങ്ങനെ നമുക്ക് 400 രൂപക്ക് കൊടുക്കാം, വലിയ തൈകള്. ഓ അടിപൊളി പ്ലാന്റ് കേട്ടോ. ഇഷ്ടമായ നല്ല പ്ലാന്റുകള്. കുളമ്പ് മാവാണ്, അടിപൊളി പ്ലാന്റ് ആണുള്ളത്. അതിന്റെ മരമൊക്കെയാണ് കടവണ്ണൊക്കെ നോക്കിയാണ് എന്താ കടവണ്ണൊക്കെ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 1200 കൊടുക്കാം. 200 രൂപ മുതൽ തൈകളുണ്ട്. തൈകൾ നമുക്ക് 200 രൂപ മുതലുണ്ട്. ഈ ഒരു പ്ലാന്റിന് 1200 രൂപ. ഇത് വീട്ടിൽ വെക്കാൻ പറ്റിയ 4 ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നാംടോക്കുമായി ഈ സാധനം കണ്ടകള് നമ്മൾ 1200 രൂപക്ക് അത് കൊടുക്കണേ. അതിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ നമ്മൾ കുറച്ച് കൊടുക്കും, ചെറുമട്ടത്തിൽ കുറച്ച് കൊടുക്കും. ഇതിന്റെ ഐറ്റം കണ്ടില്ലേ? ഐറ്റം പറഞ്ഞാൽ കമ്പും ചുള്ളി നല്ല ഇഷ്ടം മാതിരില്ല, അടിപൊളിയാണ് കേട്ടോ. ബ്രൂ ഇതായിട്ടില്ല, ബുഷായിട്ടുള്ള തൈകളാണ്, ഒക്കെ നല്ല തൈകളാണ് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ 2 കാലാപ്പാടി, ഒന്ന് കുളമ്പ്, മൂന്നാമത്തെ കുളമ്പ്, 4ാമത്തെ കാട്ടിമൂണ്. അത് 4ഉം വെക്കാം. ഇത് 4ഉം വെച്ച് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി വെറൈറ്റിയിലേക്ക് കടന്നാൽ മതിയല്ലേ? ബാക്കില്ല, വേറെ ഇപ്പം മിയാസാക്കിയതൊക്കെ അതൊന്നും നമ്മളവിടെ കായ്ക്കണമല്ല. 100% സക്സസ് പറയാൻ വയ്യ, പറ്റൂല. മിയാസാക്കി പറ്റൂല. നമുക്ക് ഇവിടെ ആപ്പിൾ റുമാനി ഉണ്ട്, കായ്ക്കും. പക്ഷെ ഈ ടേസ്റ്റ് ഒന്നും ആപ്പിൾ റുമാനിയും കിട്ടും. നമ്മൾ വിചാരിച്ച ടേസ്റ്റിലേക്ക് എത്താൻ കഴിയില്ല. ഈ 4 കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ബാക്കിയില്ല. ഇത് മല്ലിക മാവാണ്, അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല മാവ്. ചെറുതുണ്ട് കേട്ടോ, ചെറിയ തൈകളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരോടും ഇത് കൊണ്ടുപോകാനൊന്നും പറയല്ല. എല്ലായിടത്തും അത്ര സക്സസ് പോരല്ല. ചിലയിടത്ത് കായ്ക്കണുണ്ട്, എന്നാൽ ചിലയിടത്ത് കായ്ക്കണമില്ല. അപ്പൊ നമുക്ക് ഉറപ്പൊന്നും നിർബന്ധിച്ച് നമ്മൾ വാങ്ങാൻ പറയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് വലിയ തയ്യാട്ടോ 1000 രൂപയ്ക്ക് കൊടുക്കാം. 1000 രൂപയ്ക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇത് കാലാപ്പാടിയാണ് 800 രൂപക്ക് കൊടുക്കാം. വലിയ തൈകള് കാലപ്പാടൊക്കെ നമുക്ക് കൊണ്ടുവച്ചാൽ 2 വർഷം. അത് പിന്നെ ഷുഗറാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന. 4 ആദ്യം പറഞ്ഞത് ഷുഗറാണ്. ലോഡൊക്കെ ആയിക്കോട്ടെ. ഇക്കാന്റെ ബാക്കിൽ കാലാപ്പാടിന്റെ ഒരുപാട് തൈകൾ ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ തൈകളൊക്കെ നമുക്ക് എത്രയ്ക്കാ? 300 രൂപ മുതലുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇപ്പൊ ഈ തൊട്ട് താഴെ ഈ കിടക്കുന്നതാണോ 300-ന്റെ? ഇത് നോൺ ടോക്കിന്റെ തൈയാട്ടോ. അടിപൊളി തൈകളാണ്. 350 രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടിപൊളി നല്ല തൈയാണ്. 2 വർഷം കൊണ്ട് കായ്ക്കും. ഷുഗറാണ്, ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇവിടെ അത്യാവശ്യം പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ വലുതും ഉണ്ട്. വലുതൊക്കെ എങ്ങനെ റേറ്റ്? വലുത് 1500 ഉണ്ട്, വലിയ കവറ്. ചെറിയ 1200, 1000 അങ്ങനെ പല റേറ്റിലുമാണ്. ഇവിടെ ഈ പൂട്ടിക്കണ വെറൈറ്റി ഏതാ? അത് ആപ്പിൾ റുമാനി പറഞ്ഞ മാവാണ്. അത്ര നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല മാവല്ല. നിർബന്ധിച്ച് വരുന്നവർക്കേ കൊടുക്കണം. പിന്നെ നമുക്ക് അതിന്റെ റേറ്റ് കൊണ്ട് പറയണ്ടേ? ഓക്കെ. ഇത് ഇവിടെ പ്ലാവിന്റെ തൈകൾ ഏതൊക്കെയുള്ളത്? വിയറ്റ്നാം സൂപ്പർ എർലി. എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്? 100 രൂപ മുതലുണ്ട്. 100 രൂപ മുതലുണ്ട്. 100 രൂപയുടെ തൈകൾ ഏതൊക്കെ വരുന്നത്? അപ്പുറത്താണ്. ഓക്കെ. ഇത്ര അത്യാവശ്യമൊക്കെ വലിപ്പം ഉണ്ടാവും തൈകൾ. ഏതാണ്ട് ഒരു വലിപ്പം ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ വലിപ്പമുള്ള തൈകൾ കൊടുക്കാം നമുക്ക് 100 കൊടുക്കാറുണ്ട്. തൈകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ആ സൈഡിലാണ്. തായ്ലാൻഡ് പിങ്ക് പേരയാണ്. ഇതൊക്കെ ഫുള്ള് കായാണ്. കായ ആദ്യം വലുതുണ്ടതിനൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചതാണ്. ഇപ്പം വീണ്ടും വരുന്നുണ്ട് കായ്. കണ്ടല്ലേ? ഇതൊക്കെ പൂവും കായാണ്. അടിപൊളി ഒരു പ്ലാന്റ് കേട്ടോ. നല്ല തൈയാണ്ടോ. നമ്മളിൽ റേറ്റ് ഉണ്ട്, 6 അടി ഉണ്ട്. ഇതിപ്പോ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുക? 400 രൂപയ്ക്ക് കൊടുക്കും. 400 രൂപയ്ക്ക് കൊടുക്കും. ഇത്രയും വലിയ പ്ലാന്റ്, ഇത്ര വലിയ തായ് പിങ്ക് പേര. ഇതാകണം ഹോം ഗ്രൗണ്ട് തൈയാട്ടോ. ഹോം ഗ്രൗണ്ട് കേട്ടോ. ഹോം ഗ്രൗണ്ട് തൈയാണ്. നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി തൈകളും ഉണ്ട്. ഇതിന് ചെറുതൈകൾ കൊടുക്കാനില്ലേ? ചെറുതുണ്ട്. എത്രയ്ക്ക് മുതലുണ്ട്? 120 രൂപ. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി ഡ്രമ്മിലാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമുക്ക് കായ് വന്നിനതാണ്. കണ്ടല്ലോ ഇവിടെ കൈകളൊക്കെ. ഇത് കായ്ക്കണത് തന്നെയാണ്. ഇത് പെണ്ണ് തന്നെയാണ്, ആണല്ല. അതിലൊരു സംശയം വേണ്ട. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഇതുമ്മലൊക്കെ മുട്ടിയപ്പോൾ ഷെഡിൻ്റെ മുകൾക്ക് എത്തിന്. അപ്പോൾ കട്ട് ചെയ്താണ്. നമുക്ക് 2000 രൂപക്ക് ഇതൊക്കെ കൊടുക്കാം. ഈ തൈകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ ആയത് 2000 രൂപയ്ക്ക് കൊടുക്കും. വലിയ കായൊന്നുമില്ല, ചെറുകായ്കൾ. ലോകന്റെ തൈകളാണ്. നമുക്ക് 800 രൂപ മുതലുണ്ട്. ഈ വലിയ തൈയൊക്കെ നമുക്ക് 1200 രൂപ കൊടുക്കാം കേട്ടോ. വലിയ തൈകൾ
1200. അപ്പൊ ഈ ചെറുതൊക്കെ നമുക്ക് 800 രൂപ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. തൈകളാണ് ഇത്. നമ്മൾ പ്ലാന്റേഷൻ ചെയ്താണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 1 വർഷമൊന്നും ആയിട്ടില്ല. തൈകളൊക്കെ ഇപ്പം നല്ല തൈകളായിട്ടുണ്ട്. കായ്കളൊക്കെ ഉണ്ടായിന്. ചില മാവിലൊക്കെ മാങ്ങ കായ്ച്ച തന്നെ ഉണ്ട്. എല്ലാതരം പ്ലാന്റുകളും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടല്ലോ അന്ന്. എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് ജസ്റ്റ് പ്ലാന്റിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എടുത്തു പോയി നോക്കല്ലേ. അതെ, 7 ഐറ്റംസ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നാംടോക്കുമായിൻ്റെ തൈയാണ്. നമ്മൾ ചെറിയ തൈ 1200 തൈയാണ് വെച്ചിരുന്നത്. ഒരു 6 മാസത്തെ വളർച്ചയാണ്. നല്ല ടോപ്പ് തൈകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ 4 ഐറ്റം നമ്മൾ മാവ് അതിൽ പെട്ടാണ് ഇതൊരു ഐറ്റം നാംടോക്കുമായി. ബഷീർക്ക് നമ്മുടെ പ്ലാവിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഡെങ്സൂര് ഉണ്ട്, J33 ഉണ്ട്, വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് റംബുട്ടാനോ? ഇതൊക്കെ റംബുട്ടാൻ N80 ഉണ്ട്, E35 ഉണ്ട്. പേരത്തൈ ഒരു അടിപൊളി അവിടെ നിൽക്കുന്നുണ്ടല്ലേ. ജപ്പാൻ പേര ഇതൊക്കെ അയച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞറിയിക്കാം. നമ്മുടെ ഈ ഓരോ പ്ലാന്റുകളും തമ്മിലുള്ള അകലം നമ്മൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നത്? നമ്മൾ ക്രമീകരിച്ച 15 അടിയാണ്. 15 അടി അകലത്തിലാണ് ഓരോ പ്ലാന്റുകളും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പാഴം ഒക്കെ ഇപ്പം മഴ ആയതുകൊണ്ടേ ഈ പൂള നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണോ? പൂള കപ്പ എന്നൊക്കെ പറഞ്ഞ പൂള നമ്മള് സെറ്റ് ചെയ്തല്ല, അവര് സെറ്റ് ചെയ്തതാണ്. ഈ ഒരു ആ കപ്പേന്റെ ഒക്കെ ചോട്ടില് ലോങ്കൻസ് ഇവര് സെറ്റ് ചെയ്തിട്ടോ. ആ സീറ്റ് ലൂപ്പൊക്കെ അത്യാവശ്യം ഹെൽത്ത് ആയിട്ട്. അപ്പൊ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്രോത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. റംബുട്ടാനൊക്കെ എത്ര വെറൈറ്റീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ? റംബുട്ടാൻ 3 ഐറ്റം ഉള്ളൂ. 3 ഐറ്റം. ബഷീർക്ക് ഇത് നമ്മുടെ മൽഗോവന്റെ ആണോ? അത് മൽഗോവ. ഇതിപ്പോ നമ്മളൊരു 800 രൂപന്റെ തൈ വെച്ചതാ. 6 മാസമായിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പൊതുനുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഗ്രോത്ത് അടിപൊളിയായിരിക്കുന്നു. ഇപ്പം നമ്മൾ മഴ കഴിയണതിൻ്റെ മുന്നായിട്ട് നല്ലൊരു വളം കൊടുക്കും. അപ്പം നമുക്ക് ഈ പ്രാവശ്യം തന്നെ മാങ്ങയൊക്കെ ഉണ്ടാവും.